നമുക്ക് മനസ്സിലാവുന്നത് 5300 മില്യൺ യൂണിറ്റ് വൈദ്യുതി KSE വിറ്റിട്ടുണ്ട്. പക്ഷെ KSEയുടെ കണക്കിൽ വന്നിട്ടില്ല എന്നാണ്. അതിന് KSEയുടെ തന്നെ കണക്ക് കൂട്ടുന്നത് 6 രൂപ വെച്ച് കണക്ക് കൂട്ടിയാൽ 3300 കോടി രൂപ കാണാനില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. 1927 കോടി രൂപ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ പൊതു തിരഞ്ഞെടുപ്പ് എങ്കിലും ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് KSE കാണാതായ 5100 മില്യൺ യൂണിറ്റ് വൈദ്യുതിയും അതിന് 3200 കോടി രൂപയും എവിടെയാണെന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഞാൻ നോക്കിയിട്ട് 1927 നിന്ന് 798 766 കൊടുത്താൽ എനിക്ക് കിട്ടുന്നത് 360 കോടി രൂപയാണ്. KSE കിട്ടിയത് 30 കോടി രൂപയാണ്. എങ്ങനെയാണ് വ്യത്യാസം വരുന്നത്? ഭരണഭാഷ മലയാളമാക്കി നാട്ടിൽ ഇങ്ങനെ ഇംഗ്ലീഷ് സാധനം ഇറക്കി വിട്ടാല് ഇംഗ്ലീഷ് പോലും വായിക്കാൻ അറിയാതെ എങ്ങനെ മനസ്സിലാക്കി എടുക്കാനും സാർ? ഹലോ ആൻഡ് ഹായ് എവ്രി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബേരഞ്ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓണം, വിഷു, ദീപാവലി, റംസാൻ, ന്യൂ ഇയർ ഒക്കെ പോലെ എല്ലാ വർഷവും വരുന്ന ഒരു ആചാരമാണ് വൈദ്യുത ചാർജ് വർധന എന്ന് പറയുന്നത്. അത് നമ്മൾ അറിയുന്നത് പത്രത്തിലോ മാധ്യമങ്ങളിലോ വാർത്തയായിട്ട് വരുമ്പോഴാണ്. അതിനു മുന്നേ നടക്കുന്ന പ്രോസസ്സുകളെ കുറിച്ച് സത്യം പറഞ്ഞാൽ ഭൂരിഭാഗം വരുന്ന നമ്മൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. നമ്മളുടെ വിചാരം ഇത് തോന്നിയ പോലെ KSEB ഇങ്ങനെ വർദ്ധിപ്പിക്കുകയാണ്, അപ്പോൾ വാർത്തകൾ വരും, ഇതാ ജനങ്ങൾക്ക് ആഘാതമേകി അല്ലെങ്കിൽ ഷോക്ക് നൽകി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അതിനെ തുടർന്ന് വാർത്താ ചാനലുകളിൽ ചർച്ച നടക്കുന്നു. ചർച്ചയ്ക്കിടയിൽ ഈ KSEBയുടെ ഭാഗത്തെ പ്രതിനിധീകരിച്ച് വരുന്ന ആൾ പറയുന്നത് അത് ഞങ്ങളുടെ പ്രശ്നമല്ല, റെഗുലേറ്ററി കമ്മീഷനാണ് ശുപാർശ നൽകി വൈദ്യുത ചാർജ് വർദ്ധിപ്പിച്ചതെന്ന് പറയുന്നു. KSEB കൈയെഴുതുന്നു, നമ്മൾ വായും പൊളിച്ചിരിക്കുന്നു, പുതിയ ചാർജ് നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ഈ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഭൂരിഭാഗം വരുന്ന നമ്മൾക്ക് യാതൊരു ധാരണയും ഇല്ല എന്നുള്ളതാണ് ശരി. KSEBക്ക് ചുമ്മാ അങ്ങനെ ചാർജ് വർദ്ധിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അവരെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വർഷവും ഒരു പ്രൊജക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് അല്ലെങ്കിൽ പ്രൊജക്റ്റഡ് ആയിട്ട് അവർക്ക് വേണ്ടി വരുന്ന ഒരു റവന്യൂ ഉണ്ട്. ആ റവന്യൂ അസസ് ചെയ്യും. മെയിൻലി റവന്യൂ അല്ല, റവന്യൂ ഗ്യാപ്പാണ് അസസ് ചെയ്യുന്നത്. അതായത് വരവ് ചെലവ് കണക്ക് തമ്മിലുള്ള ഒരു വ്യത്യാസം അനലൈസ് ചെയ്തിട്ട് ഇത്രയും റവന്യൂ ഗ്യാപ്പ് വരും. ആ റവന്യൂ ഗ്യാപ്പ് ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടി ഇത്രയ്ക്ക് വൈദ്യുത ചാർജ് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടും. ആരോട്? റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെടും. റെഗുലേറ്ററി കമ്മീഷൻ ചെയ്യുന്നൊരു കാര്യം, ഇത് പൊതുജനങ്ങളുടെ ഹിയറിങ്ങിന് വെക്കും. പൊതുജനങ്ങൾക്ക് വന്നിട്ട് ഈ ചാർജ് വർധനവുമായി ബന്ധപ്പെട്ട് അവർക്കുള്ള ആവലാതികൾ അല്ലെങ്കിൽ അവർക്കുള്ള കൺസേൺസ്, അവരുടെ ഫൈൻഡിങ്സ് ഒക്കെ അവതരിപ്പിക്കാം. പക്ഷേ ഇങ്ങനെയൊന്നും നടക്കുന്ന കാര്യം സത്യത്തിൽ നമ്മളാരും അറിയാറില്ല. യഥാർത്ഥത്തിൽ 4 സിറ്റിംഗ് നടക്കാറുണ്ട്. കോഴിക്കോട്, പാലക്കാട്, എറണാകുളം, തിരുവനന്തപുരം, അവിടെയൊക്കെ ആയിട്ടാണ് ഈ വർഷം ഈ സിറ്റിംഗ് നടന്നത്. ഞാനിപ്പോൾ ഇത് പറഞ്ഞു കഴിയുമ്പോൾ 3 സിറ്റിംഗ് നിലവിൽ തീർന്നു കഴിഞ്ഞു. ഇനി തിരുവനന്തപുരത്ത് സെപ്റ്റംബർ 10 നടക്കുന്ന സിറ്റിംഗ് മാത്രമാണ് ബാക്കിയുള്ളത്. പക്ഷേ ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് നമ്മളിത് അറിയാതെ പോകുന്നത്? ഈ സംസ്ഥാനത്തെ 99% ആളുകളും വൈദ്യുതി ഉപയോഗിക്കുന്നവരായിരിക്കും. പോട്ടെ, 90% ആളുകളെങ്കിലും. ഈ 90% ആളുകളെ ബാധിക്കുന്ന ഒരു കാര്യം, അവരിടപെടേണ്ടുന്ന ഒരു കാര്യം ജനങ്ങൾ അറിയാറേ ഇല്ലെന്നുള്ളതാണ് സത്യം. 2 മലയാള പത്രത്തിലും 1 ഇംഗ്ലീഷ് പത്രത്തിലും കൊടുക്കണമെന്നുള്ളതാണ്. 2 മലയാള പത്രത്തിൽ കൊടുക്കും, ഒരു പൊതുവിജ്ഞാപനം എന്ന നിലയിൽ മലയാള പത്രത്തിൽ വരും. ആ ഭാഗമൊന്നും ആരും കാണാറില്ല സത്യത്തിൽ. ഇവിടെ ഭരിക്കുന്ന സർക്കാരുകൾ അവർക്ക് പരസ്യം കൊടുക്കണമെന്ന് തോന്നുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ, പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ ഫുള്ള് പരസ്യങ്ങളായിരിക്കും. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് TV-യിലൊക്കെ പരസ്യം വരും, വലിയ ഫ്ലെക്സ് ബോർഡുകളൊക്കെ വരും. ഈ 99%-ലധികം വരുന്ന ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന, അവർ കൊടുക്കേണ്ടുന്ന പൈസയിലുണ്ടാകുന്ന വർധനവിനെ ബാധിക്കുന്ന കാര്യം ഒരു ഒതുങ്ങിയ സ്ഥലത്ത് ഒരു വിജ്ഞാപനമായിട്ട് പോകും. ആരും ശ്രദ്ധിക്കാറില്ല. ഈ പറയുന്ന അദാലത്തുകളിൽ KSEBയുടെ ഞാനും അപ്പനും പിന്നെ സുഭദ്രയും ഇവരൊക്കെ വന്ന് പങ്കെടുക്കും. അവിടെ പറയുന്ന ശുപാർശകൾക്ക് എല്ലാവരും തലയാട്ടും, ശുപാർശ നടപ്പിലാക്കും. ചെറിയൊരു വ്യത്യാസം റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിക്കാറുണ്ട്, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. കാര്യമായിട്ടുള്ള ചർച്ചകളൊന്നും നടക്കാറില്ല. ഇത്തവണ പക്ഷേ വ്യത്യസ്തമായിട്ട് അഡ്വക്കേറ്റ് വിനോദ് എന്ന് പറയുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകൻ ഈ വിഷയം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതിനെ തുടർന്ന് പല ആളുകളും ഈ അദാലത്തിലെത്തി ക്വസ്റ്റ്യൻ ചെയ്തു. സാധാരണഗതിയിൽ വെറും 50 പേർക്ക് ഇരിക്കാവുന്ന ഒരു റൂമിലൊക്കെയാണ് ഈ പരിപാടി നടക്കാറുള്ളത്. ഇപ്രാവശ്യം വളരെയധികം ആളുകളാണ് എത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെ മൈക്ക് അടക്കമുള്ള സൗകര്യം, ശബ്ദ സംവിധാനം അടക്കമുള്ള സൗകര്യം ഏർപ്പെടുത്തേണ്ട അവസ്ഥ വന്നു. ആളുകൾ ചോദ്യം ചെയ്തു തുടങ്ങി.
ഇങ്ങനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നടപ്പാകുമില്ല എന്നൊരു സംശയം ഉണ്ടാവും. അതിന് വിനോദ് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറയുന്ന മറുപടി, ഈ സോളാർ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട താരിഫ് വർധനയുമായിട്ട് ഇതേപോലെ ഒരു ഹിയറിംഗ് വിളിച്ച സമയത്ത് കാര്യകാരണ സഹിതം സംസാരിച്ചതുകൊണ്ട് ആ വർധനവിൽ നിന്ന് ബോർഡിന് പിന്മാറേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങൾ വിചാരിച്ചാലും ചിലതൊക്കെ ഇവിടെ നടക്കും. ഞാനിന്ന് റിയാക്ഷൻ വേണ്ടി എടുത്തിട്ടുള്ളത്, അത്തരമൊരു സെഷനിൽ ഒരാൾ പബ്ലിക് ഹിയറിംഗിൽ സംസാരിച്ച ഒരു വ്യക്തിയുടെ വീഡിയോ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അദ്ദേഹം കണക്കുകളും ഫാക്റ്റൊക്കെ നിരത്തി ഈ പെറ്റീഷൻ, അതായത് വൈദ്യുതി ചാർജ് വർധനവിന് വേണ്ടി റെഗുലേറ്ററി കമ്മീഷന് KSEB സമർപ്പിച്ച പെറ്റീഷനിലെ കണക്കുകളൊക്കെ നല്ല രീതിയിൽ പൊളിച്ചടുക്കിയിട്ടുണ്ട്. ആ വീഡിയോയാണ് റിയാക്ഷൻ വേണ്ടി എടുത്തിരിക്കുന്നത്. നമുക്ക് ആ വീഡിയോ കൊണ്ട് നോക്കാം. ഞങ്ങൾക്ക് ഈ പെറ്റീഷൻ ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട് സാർ. ആ പേജിൽ ഒന്നാമത്തെ പേജ് ഞാൻ കുറച്ച് പേരുടെ ഡാറ്റ എൻ്റെ വാങ്ങിയിട്ടുണ്ട്. ഈ ഒന്നാമത്തെ പേജിൽ ടേബിൾ 1 ഇലക്ട്രിസിറ്റി ബോർഡ് ആദ്യമായിട്ട് ഈ വിഷയം പറയുന്നത്. അതിനകത്ത് അവർ പറയുന്നു 2022-23 അവർ പ്രതീക്ഷിക്കുന്ന ARR എന്നാണ് പറയുന്നത്, അഗ്രിഗേറ്റഡ് റവന്യൂ റിക്വയർമെന്റ് ആണ്. പ്രതീക്ഷിക്കുന്ന ചിലവാണ് 24,880 മില്യൺ യൂണിറ്റ് വൈദ്യുതി വിൽപ്പന നടക്കുമെന്നാണ് KSEBയുടെ പ്രതീക്ഷ. എനിക്ക് മനസ്സിലാവാത്തത് 2024-25 ഓഗസ്റ്റ് 15-ാം തീയതി ഓഗസ്റ്റ് മാസത്തില് റെഗുലേറ്ററി കമ്മീഷൻ തന്ന ഒരു പെറ്റീഷനിൽ പോലും എന്തുകൊണ്ട് 23-24 നടന്ന വൈദ്യുതി ചെലവ് എത്രയാണ്, എത്ര ഞങ്ങൾ വിറ്റു എന്ന് KSEBക്ക് പറയാൻ പറ്റിയിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് അറിയേണ്ടത്. KSEBക്ക് ഇത് പറയാൻ പറ്റാത്ത സ്ഥിതിക്ക് ഇത് പറയാൻ പറ്റാത്ത സ്ഥിതിക്ക് ഇത് എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ തപ്പി നോക്കിയപ്പോ നമുക്ക് കിട്ടിയത് പവർ ഫൈനാൻസ് കോർപ്പറേഷൻ ഒരു കണക്കുണ്ട്. പവർ ഫൈനാൻസ് കോർപ്പറേഷൻ കണക്കനുസരിച്ച് 2022-23 വർഷത്തില് 30,000 മില്യൺ യൂണിറ്റിന് KSEB വിൽപ്പന നടത്തിയിട്ടുണ്ട് എന്നുള്ള കണക്കാണ് നമുക്ക് കിട്ടിയത്. ഈ 30,000 മില്യൺ യൂണിറ്റ് വൈദ്യുതി KSEB വിൽപ്പന നടത്തുകയും 24,880 മില്യൺ യൂണിറ്റ് മാത്രമേ വിൽപ്പന സാധ്യമാകുന്നുള്ളൂ എന്ന കണ്ടെത്തലും സാങ്കല്പിക ഘട്ടത്തിൽ കൂടി കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് 5,300 മില്യൺ യൂണിറ്റ് വൈദ്യുതി KSEB വിറ്റിട്ടുണ്ട്, പക്ഷെ KSEBയുടെ കണക്കിൽ വന്നിട്ടില്ല എന്നാണ്. അതിന് KSEBയുടെ തന്നെ കണക്ക് കൂട്ടുന്നത് 6 രൂപ വെച്ച് കണക്ക് കൂട്ടിയാൽ 3,300 കോടി രൂപ കാണാനില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എങ്ങനെയുണ്ട്? 3,300 കോടി രൂപ ആവിയായിപ്പോയി, കാണാനില്ല. അങ്ങനെ ഒരു കണക്കിനെ കുറിച്ച് എങ്ങുമില്ല. ഈ പെറ്റീഷൻ ഞാൻ മുഴുവനായിട്ട് വായിച്ചു നോക്കിയതാണ്. ഈ പെറ്റീഷൻ മാത്രമല്ല, കഴിഞ്ഞ വർഷം കൊടുത്ത പെറ്റീഷനൊക്കെ ഞാൻ വായിച്ചു നോക്കിയതാണ്. അതിൽ നിന്ന് മനസ്സിലാവുന്നൊരു കാര്യം, ഈ ചെലവിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത്ര ചെലവ് വരും, കഴിഞ്ഞ വർഷം ഇത്ര വന്നു, ഇനി വരാൻ പോകുന്ന 2027 വരെയുള്ളതാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അതുവരെ വരാൻ സാധ്യതയുള്ള കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള സെയിൽസും അതിനനുസരിച്ച് വരാവുന്ന ചെലവും അധികമായിട്ട് കണ്ടെത്തേണ്ട തുകയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എത്ര മില്യൺ യൂണിറ്റ് വൈദ്യുതിയുടെ സെയിൽസ് ഉണ്ടായി അതിനെക്കുറിച്ച് യാതൊരു കണക്കുമില്ല. 916 കോടി രൂപയുടെ റവന്യൂ ഗ്യാപ്പ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഫിനാൻഷ്യൽ ഇയറിൽ സെല്ല് ചെയ്ത വൈദ്യുതിയെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ഇൻഫർമേഷനും ഈ പെറ്റീഷനിലില്ല. അദ്ദേഹം പറയുന്ന ഈ PFC പവർ ഫിനാൻസ് കോർപ്പറേഷൻ അതിൻ്റെ കണക്കാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നുന്നു പുള്ളി ഗ്രോസ് ഇൻപുട്ട് എനർജിയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്താണ് ഈ 30,407 മില്യൺ യൂണിറ്റ് വൈദ്യുതിയെക്കുറിച്ച് പറയുന്നത്. പക്ഷേ ടോട്ടൽ എനർജി സോൾഡ് ആയിട്ട് ഇവിടെ കാണിക്കുന്നത് 27,080 മില്യൺ യൂണിറ്റ് ആണ്. ഇനി അദ്ദേഹം പറഞ്ഞത് വിട്ടിട്ട് നമുക്ക് 27,000 പിടിക്കാം. 24,800 മില്യൺ യൂണിറ്റ് ആണല്ലോ സെല്ല് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അതിന് പകരം 27,080 മില്യൺ യൂണിറ്റ് വൈദ്യുതി സെല്ല് ചെയ്തിട്ടുണ്ട്. ഏകദേശം 2,280 മില്യൺ യൂണിറ്റ് വൈദ്യുതി അധികം വിറ്റിട്ടുണ്ട്. ഇപ്പുറത്തെ ഒരു ആവറേജ് വെച്ച് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ 1,300 കോടി രൂപ അധിക വിറ്റ് വരുമാനം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ 917 കോടി രൂപ വീണ്ടും എടുത്തിട്ട് ഇനി വരുന്ന വർഷത്തെ വൈദ്യുതി ചാർജ് വർധനവിന് വേണ്ടി കാണിക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? മറ്റൊരു കാര്യം, ഇത് 12th ആനുവൽ റിപ്പോർട്ടാണ്, KSEBയുടെ 12th ആനുവൽ റിപ്പോർട്ടാണ്. അതിൽ പറയുന്നത് ആകെ വിറ്റ വൈദ്യുതി 25,254 യൂണിറ്റ് മാത്രമാണ്. PFC ഇന്ന് ആനുവൽ റിപ്പോർട്ടിലേക്ക് വന്നപ്പോൾ 2.5 യൂണിറ്റ് വൈദ്യുതി എവിടെയോ ആവിയായിട്ട് പോയി. അത് തന്നെ 11th റിപ്പോർട്ടിൽ വരുമ്പോൾ 11th ആനുവൽ റിപ്പോർട്ടിൽ വരുമ്പോൾ അത് 26,736 മില്യൺ യൂണിറ്റ് ആണ്. ഒരിടത്തും ഒരു കണക്കുപോലും മാച്ച് ആവുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതേ സംഭവം നിങ്ങൾ നോക്കി 2021-22 അത് 11ാമത്തെ ആനുവൽ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് 25,594 മില്യൺ യൂണിറ്റ് ആണെങ്കിൽ അത് 12ാമത്തെ ആനുവൽ റിപ്പോർട്ട് ആയപ്പോഴേക്കും 23,730 മില്യൺ യൂണിറ്റ് ആയിട്ട് കുറഞ്ഞു. ഏകദേശം ഈ പറയുന്ന പോലെ 1,300 1000 കോടി രൂപയുടെ
വൈദ്യുതി വിറ്റതിൻ്റെ കണക്കില്ല. എന്നിട്ട് ഈ കണക്ക് കാണിച്ചിട്ട് നമ്മൾ ഉപഭോക്താക്കൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും വൈദ്യുതി എത്തി. പോട്ടെ 80% കൂട്ട്. ഇത്രയും ആളുകളുടെ അവൻ അന്നന്ന് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയിൽ നിന്നും പിടുങ്ങുക. ഇവിടെയുള്ള കണക്ക് അപ്പുറത്തില്ല, അവിടെയുള്ള കണക്ക് മൂന്നാമത്തെ രേഖയിലില്ല. എവിടെ പോകുന്നു ഈ പൈസ എന്ന് യാതൊരു ധാരണയില്ല. ഇതിനകത്ത് തന്നെ ബഹുമാനപ്പെട്ട കമ്മീഷൻ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാണ് സീരിയൽ നമ്പർ 7-ാമത്തെ കോളം. അതിൽ പറഞ്ഞിരിക്കുന്നു 7-ാമത്തെ കോളത്തിലേക്കുള്ള ഫിഗർ കണ്ടെത്തേണ്ടത് 3-ാമത്തെ കോളത്തെ 1927 രൂപയിൽ നിന്നും 3-ാമത്തെയും 4-ാമത്തെയും 5-ാമത്തെയും 6-ാമത്തെ ഫിഗറായ ഫിഗറുകൾ കുറയ്ക്കുന്നതാണ് 7-ാമത്തെ ഫിഗർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നോക്കിയിട്ട് 1927 നിന്ന് 798ഉം 766 കുറച്ചാൽ എനിക്ക് കിട്ടുന്നത് 360 കോടി രൂപയാണ്. KSB കിട്ടിയത് 30 കോടി രൂപയാണ്. എങ്ങനെയാണ് വ്യത്യാസം വരുന്നത്? ഞാൻ ആ ഷീറ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ആ ഷീറ്റ്. പറഞ്ഞിരിക്കുന്ന 11-ാമത്തെ പേജിലാണ് ഈ സംഭവം ഉള്ളത്. ടേബിളായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് 1.2 ടേബിൾ കാണിച്ചിരിക്കുന്നത്. ഈ ടേബിളിൽ പറഞ്ഞിരിക്കുന്നത് ഈ 1927 കോടി രൂപയുടെ റവന്യൂ ഗ്യാപ്പ് വരുമെന്നാണ് പറഞ്ഞത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിനിയും കൂട്ടേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി 2000 മില്യൺ യൂണിറ്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സോൾഡ് ആയിട്ടുണ്ട്. പിന്നെ അത് കൂട്ടേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ അത് കൂട്ടിയിട്ടുണ്ട്. 1927 കൂട്ടിയിട്ടുണ്ട്. ഇവർ പറയുന്നത് 7-ാമത്തെ കോളത്തിലാണ് ഈ 30 കോടി രൂപയുടെ സംഭവം കാണിച്ചിരിക്കുന്നത്. ഈ 3-ാമത്തെ കോളത്തിൽ നിന്ന് 4ഉം 5ഉം 6ഉം കുറക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1927.2 മൈനസ് 2-ാമത്തെ കോളത്തിൽ 0 അതെടുക്കേണ്ട കാര്യമില്ല. 798.51 മൈനസ് 767.71 360.98 കോടിയാണ് ഇവിടെ വരേണ്ടത്. ആരാണ് ഈ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കണമെന്നറിയില്ല. പുള്ളിക്കാരന് ഒരു 330 കോടി കൂട്ടി വന്നപ്പോൾ കാണാതായിട്ടുണ്ട്. ഒരു എക്സൽ ഷീറ്റിൽ ഇട്ടിട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. എക്സൽ ഓൾറെഡി ഇവിടെ ഉണ്ടായിരിക്കുമല്ലോ. കൈ കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. 360 രൂപയും 30 രൂപയും അല്ല, 360 കോടി രൂപയാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. ഈ കോടികളുടെ വ്യത്യാസം വെച്ചിട്ടാണ് റെഗുലേറ്ററി കമ്മീഷന് കൊടുത്തിട്ട് വൈദ്യുതി ചാർജ് കൂട്ടാനായിട്ട് ശുപാർശയ്ക്ക് വേണ്ടി ആവശ്യപ്പെടുന്നത്. എങ്ങനെയുണ്ട്? ഈ പെറ്റീഷനിൽ പറയുന്ന 2022-23 വിൽപ്പന സാധ്യത 24,830 മില്യൺ യൂണിറ്റ് ആണ് എന്നും 2023-24 സാധ്യത 25,697 മില്യൺ യൂണിറ്റ് ആണ് എന്നും, അതായത് 4% വളർച്ചയാണ് കേരളത്തില് ഓരോ വർഷം ഉണ്ടാകുക എന്ന് KSB കണ്ടെത്തുകയാണ്. ഏത് വർഷത്തിലാണ്? 2022 നിന്ന് 2023ലേക്കും 2023 നിന്ന് 2024ലേക്കും 24-25 എത്തുമ്പോൾ കഴിഞ്ഞ വർഷം 12% വർധന ഉണ്ടായതിന്റെ പേരിൽ KSB ജനങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും അറിയാം. എന്നിട്ട് KSBയിലെ ഈ പേപ്പർ തയ്യാറാക്കിയ ആളുകൾ മാത്രം പറഞ്ഞിട്ടില്ല 12% വർധന ഉണ്ടാകുമെന്നും അതിനുള്ള ഇൻക്രീസ് ഉണ്ടാകുമെന്നും അതിനനുസരിച്ച് സെയിൽ നടക്കുമെന്നും 1 രൂപ എക്സ്ട്രാ ചെലവാക്കുന്നില്ലല്ലോ. ഇത് വാർത്തകൾ നമ്മൾ കണ്ടാണല്ലേ. ഏകദേശം 10-12% അധിക വൈദ്യുത ഉപഭോഗം സംസ്ഥാനത്ത് എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ വാർത്ത KSBക്ക് ബാധകമല്ല. അവരിപ്പോഴും 4% വെച്ചാൽ കൂട്ടുന്നത്. ഇങ്ങനെ കൂട്ടിയാലുള്ള പ്രശ്നം എന്താ? 12% അധികം സെയിൽസ് ആണെന്ന് വിചാരിക്കൂ. അതായത് 100 യൂണിറ്റ് വൈദ്യുതിയാണ് ഈ വർഷം വിൽക്കുന്നതെങ്കിൽ അടുത്ത വർഷം 112 യൂണിറ്റ് വൈദ്യുതി വിൽപ്പനയുണ്ടാകും. സ്വാഭാവികമായിട്ട് അത് ഉയർന്നുകൊണ്ടേയിരിക്കുള്ളൂ. കാരണം ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ഉപയോഗം കൂടി വരികയാണ്. അതൊരു വശത്ത്. രണ്ടാമത്തെ കാര്യം, കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് ചൂട് വളരെ കൂടുതലാണ്. അതുകൊണ്ട് പലരും AC ഉപയോഗിച്ചു തുടങ്ങി. അപ്പോൾ അതിനനുസരിച്ച് വൈദ്യുതി ഉപഭോഗവും കൂടും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ 12 യൂണിറ്റ് അധികമായി വൈദ്യുതി സോൾഡ് ആവും, അധിക വിൽപ്പനയുണ്ടാവും. അതിന് പകരം വെറും 4 മാത്രം കാണിക്കുക. അതായത് 4 യൂണിറ്റ് ചിലവാകുകയുള്ളൂ. അതുകൊണ്ട് അതിനനുസരിച്ച് റവന്യൂവിൽ കുറവുണ്ടാകും. അപ്പോൾ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പൈസ എടുക്കുക, നാട്ടുകാരുടെ പോക്കറ്റിൽ നിന്ന് കറണ്ട് ബില്ലായിട്ട് കാശ് മേടിച്ചെടുക്കുക. ഇതാണ് ആവശ്യപ്പെടുന്ന ശുപാർശ. KSBയുടെ ഈ ഒരു ഉദ്ദേശത്തെയാണ് നൈസായിട്ട് ഇദ്ദേഹം പൊളിച്ചടുക്കി കൊടുത്തിട്ടുള്ളത്. ബില്ലിംഗ് എഫിഷ്യൻസി കേരളത്തിൽ ദേശീയ ശരാശരിയെ സംബന്ധിച്ചിടത്തോളം 99% മുകളിലാണ് എന്നാണ്. 93% ബില്ലിംഗ് എഫിഷ്യൻസി കേരളത്തിലുള്ളത്. കളക്ഷൻ എഫിഷ്യൻസി ആണെങ്കിൽ 99%.
KSEBിയുടെ തന്നെ വെബ്സൈറ്റിൽ കിടക്കുന്നു 3300 കോടി രൂപ പിരിഞ്ഞു കിട്ടാനുണ്ട് എന്നാണ്. ഡിസ്പ്യൂട്ട് ചെയ്ത പണം ഉള്ള പണമാണെങ്കിൽ 3800 കോടി രൂപയുണ്ട്. എങ്ങനെയാണ് സാർ ഈ കണക്ക് ശരിയാവുന്നത്? 99% ബില്ലിംഗ് എഫിഷ്യൻസി കളക്ഷൻ എഫിഷ്യൻസി ഉണ്ടാകുമെന്ന് പറയുകയും ചെയ്യുന്നു. 3300 കോടി രൂപ പിരിഞ്ഞ് കിട്ടാനുണ്ട് എങ്കിൽ ഈ പെറ്റീഷനിൽ 115 പേജ് നടക്കുന്ന പെറ്റീഷൻ ഒരിടത്തും ഈ 3200 കോടി രൂപ പിരിഞ്ഞ് കിട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ആ പൈസ എങ്ങോട്ട് പോകുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ 3200 കോടി രൂപ ഇതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു സിറ്റി ജഡ്ജിയുടെ ഉത്തരവാദിത്തത്തില് നിരീക്ഷണത്തില് ഒരു സിംഗിൾ അദാലത്ത് പോലെ നമ്മൾ ഗുണനിരുത്തിക്കൊണ്ട് കിട്ടുന്ന കാശ് വാങ്ങിച്ചെടുത്താൽ പോലും ഈ പറയുന്ന പെറ്റീഷൻ പറയുന്ന റിവ്യൂ പെറ്റീഷന്റെ ആവശ്യകത ഇപ്പോൾ ഇല്ലാതാവുന്നു. അപ്പൊ തിരിച്ചെടുക്കാനുള്ളത് തിരിച്ചെടുക്കാതിരിക്കുകയോ സാധാരണക്കാരെ ജനങ്ങളുടെ പേരിൽ അടിച്ചെത്തിക്കപ്പെടുകയും ചെയ്യുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇതാണ് ഇദ്ദേഹം പറഞ്ഞ ബില്ലിംഗ് എഫിഷ്യൻസിയെ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ 99% ബില്ലിംഗ് എഫിഷ്യൻസി, 98% കളക്ഷൻ എഫിഷ്യൻസി എന്നൊക്കെ പറയുന്നുണ്ട്, കിട്ടുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ 3200 കോടി രൂപ ഇപ്പോഴും കിട്ടാക്കടമാണ്. ഈ 3200 കോടി രൂപ സാധാരണക്കാരൻ കൊടുക്കാനുള്ള പൈസ ആയിരിക്കും? ഉറപ്പായിട്ടുമില്ല. ബില്ലടക്കാൻ വൈകിയ ഫ്യൂസ് വരാൻ വേണ്ടി ആൾ വീട്ടിലെത്തും. ഈ അദാലത്തിൽ തന്നെ ഒരു പഞ്ചായത്ത് മെമ്പർ വന്നിട്ട് അവരൊരു അനുഭവം പറയുന്നുണ്ട്. ഒരു സ്ത്രീ, പൊള്ളലേറ്റ സ്ത്രീയാണ്. അപ്പോൾ അവർക്ക് വൈദ്യുത ചാർജ് അടക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. അവർക്കാണെങ്കിൽ ഫാൻ ആവശ്യമല്ല. പൊള്ളലേറ്റ സാഹചര്യത്തിൽ എന്തായാലും നമുക്ക് തണുപ്പ് വേണം ബോഡിക്ക്. അപ്പോൾ ഫാൻ പ്രവർത്തിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അത് പറഞ്ഞിട്ട് പോലും ഫ്യൂസ് ഊരി കൊണ്ടുപോയ KSEB ആണെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഈ നാട്ടിൽ 3200 കോടി രൂപ ആരുടെ കയ്യിൽ നിന്നും കിട്ടാനുള്ളത്? ഇവിടെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങളിൽ നിന്നായിരിക്കും. പൊതുമേഖലാ സ്ഥാപനങ്ങളായിരിക്കാം, സ്വകാര്യ സ്ഥാപനങ്ങളായിരിക്കാം, സർക്കാർ സ്ഥാപനങ്ങളായിരിക്കാം. അവിടെ നിന്നൊക്കെ പിരിഞ്ഞു കിട്ടാനുള്ള തുക 3200 കോടി രൂപയാണ്. ഇപ്പോൾ 2023-24 കാലഘട്ടത്തിൽ ഇവർ റവന്യൂ ഗ്യാപ്പായിട്ട് കാണുന്നത് 2939 കോടി രൂപയാണ്. ഈ 3200 കോടി രൂപ തിരിച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവം എലിമിനേറ്റ് ചെയ്യാൻ പറ്റൂല ഈ ലിസ്റ്റിൽ നിന്ന്. അത് എലിമിനേറ്റ് ചെയ്യാതെ ഈ 3200 കോടി രൂപ തിരിച്ചു പിടിക്കാതെ അതിൻ്റെ ബാധ്യത കൂടി സാധാരണക്കാരുടെ കറണ്ട് ബില്ലിലേക്ക് ആഡ് ചെയ്ത് വിടുക. ഇവിടെ വന്നിരിക്കുന്ന എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. 4 തരത്തിലുള്ള ചാർജ് വർധനമാണ് KSEB ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ ഒന്ന് ഫിക്സഡ് ചാർജ് ആണ്. ഫിക്സഡ് ചാർജ് വഴി ഒരു വർഷം KSEB ഇവിടെ കണ്ടെത്താൻ പോകുന്നത് 227 കോടി രൂപയാണ്. പ്രത്യേകിച്ച് ഒരു സേവനം ഉപഭോക്താക്കൾ കിട്ടില്ല. പ്രത്യേകിച്ച് ഒരു ചെലവ് KSEBക്ക് അതിന്റെ പേരില്ല. വെറുതെ പൈസ കൂട്ടി വാങ്ങുന്ന പരിപാടിയുമായി 227 കോടി രൂപ. നമ്മൾ ഞെട്ടിക്കുന്ന കേസ് അതല്ല. മറ്റൊരു കേസ് എന്ന് വെച്ചാല് ഇവിടെ ചാർജ് വർധനവ്, അതായത് എനർജി ചാർജ് ഉണ്ടാകുന്ന വർധനവ് കൂട്ടുന്ന വഴി 260 കോടി രൂപയെ KSEB കിട്ടുന്നുള്ളൂ. ആ 260 കോടി രൂപ എനർജി ചാർജ് വഴി 1,30,00,000 വരുന്ന കാർഷിക ഉപഭോക്താക്കളുടെ ഇത്രയും വലിയ സംസ്ഥാനത്ത് ഇത്രയും വലിയ കാർഡുള്ള 30,000 മില്യൺ യൂണിറ്റ് വൈദ്യുതി വിൽക്കുന്ന സ്ഥലത്ത് 260 കോടി രൂപ എനർജി ചാർജ് വർദ്ധിച്ചു കിട്ടുമ്പോ ഫിക്സഡ് ചാർജ് വർദ്ധിക്കുമ്പോൾ മാത്രം 227 കോടി രൂപ ഇതിനേക്കാൾ വലിയ കൊള്ളയുണ്ടല്ലേ? അധിക ചാർജ് വർധന വഴി കിട്ടാൻ സാധ്യതയുള്ള അതേ തുക തന്നെ, അതിനേക്കാൾ ഉയർന്ന തുക ഫിക്സഡ് ആയിട്ട് നമ്മുടെ കറണ്ട് ബില്ലുള്ള സാധനമുണ്ട് ഫിക്സഡ് ചാർജ് എന്ന് പറഞ്ഞിട്ട്. ഫിക്സഡ് ചാർജ് എന്ന് പറഞ്ഞാൽ ഈടാക്കുന്ന തുക, മെയിൻ്റനൻസ്, അഡ്മിനിസ്ട്രേഷൻ, അതേപോലെ ഈ മീറ്റർ റീഡിംഗ് എടുക്കാനൊക്കെ വരുമല്ലോ, അതിന് വേണ്ടിയൊക്കെ വരുന്ന ചിലവിന് വേണ്ടിയിട്ടാണ് ഈ ഫിക്സഡ് ചാർജ് എന്ന് പറഞ്ഞൊരു തുക നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് എടുക്കുന്നത്. അത് ഈ പറയുന്നത് പോലെ അധിക ചാർജ് ഈടാക്കുന്നതിനേക്കാൾ ഉയർത്തിൽ നിൽക്കുന്ന ഒരു തുകയാണ്. ഇദ്ദേഹം ചോദിക്കുന്നത് ശരിയല്ല, എന്തൊരു കൊള്ളയാണിത്. ഒരു ആനുവൽ റിപ്പോർട്ടിലും ഇല്ലാത്ത കണക്ക് വിവരാവകാശ നിയമപ്രകാരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ വിവരാവകാശ പ്രകാരം നമുക്ക് ഞാൻ വേദന പറയണം, വിവരാവകാശ പ്രകാരം നമുക്ക് കിട്ടിയ കണക്കില് ഏതാണ്ട് 5000 ചില കോടി രൂപയാണ് ശമ്പളത്തിനും പെൻഷനും വേണ്ടി മാത്രമായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അതുകൂടാതെ ഇവിടെ താൽക്കാലിക ജീവനക്കാരുണ്ട്, അവർക്ക് 270 കോടി രൂപ ഒരു വർഷം, 270-300 കോടി ഒരു വർഷം കൊടുക്കുന്നുണ്ട്. അങ്ങനെ 6000 ചില കോടി രൂപ, 18,000 കോടി രൂപ വരുമാനമുള്ള KSEB 6000 കോടി രൂപ ജീവനക്കാർക്ക് കൊടുക്കുന്നു പറഞ്ഞാൽ ലോകത്ത് ഒരിടത്തും ഇല്ലാത്ത സംഭവം KSEB ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തി. അത് 30,000 വരുന്ന ജീവനക്കാർക്ക് 3,300 കോടി രൂപയാണ് ശമ്പളം ഇനത്തിൽ മാത്രം കൊടുക്കുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ. 18,000 രൂപയാണ്, 18,000 കോടി രൂപയാണ് വരുമാനം. അതിൽ 6,000-ഓളം കോടി രൂപ ശമ്പളം, 33% ശമ്പള ഇനത്തിൽ മാത്രം ചിലവുകയാണ്. എത്രയോ കാലമായി ഇവിടെ പ്രീപെയ്ഡ് സിസ്റ്റം ഉണ്ടായിട്ട്, മൊബൈൽ പ്രീപെയ്ഡ് സിസ്റ്റം ഉണ്ട്, ബാക്കിയുള്ള ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾക്ക് പ്രീപെയ്ഡ് സിസ്റ്റം ഉണ്ട്. ഇനി പോസ്റ്റ് പെയ്ഡ് ആണെങ്കിൽ തന്നെ ഉപയോഗത്തിനനുസരിച്ച് ബില്ലടിക്കുന്ന സംവിധാനമുണ്ട്.
നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരുന്നുണ്ടോ നിങ്ങൾ ഉപയോഗിച്ച് ഇൻ്റർനെറ്റ് എത്രയാണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട്? ഈ എനർജി കൺസംഷൻ ആണെങ്കിൽ പോലും അത് സ്മാർട്ട് റീഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതൊക്കെ ഡിലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? മീറ്റർ റീഡിംഗ് എടുക്കാൻ വരുന്ന ഒരാളുണ്ട്, അയാൾക്ക് ശമ്പളം 30,000-ഓളം വരുന്ന ആളുകൾക്ക് വേണ്ടി 3,300 കോടി രൂപയോളമാണ് ശമ്പളമായിട്ട് കൊടുക്കുന്നത്. ആവറേജ് 1,10,000 രൂപ വരും. ആ ചെലവ് ശരിയാണ്. ഒരു സ്ഥാപനമാകുമ്പോൾ ജോലിക്കാരുണ്ട്, അവരുടെ ചെലവ് വഹിക്കണം, അതിലൊന്നും പറയുന്നില്ല. ഇത്രയൊക്കെ ചെലവഴിച്ച ആൾക്കാരെ നിർത്തിയിട്ടും ഈ സംഭവം എന്തേ ലാഭത്തിലാവാത്തത് എന്നുള്ളതാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു വെള്ളാനയാണ്. ജനങ്ങൾ ചോദ്യം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി ഇത്തരം ഹിയറിംഗ് പോലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കുക. ഒരു വാർഡ് കൗൺസിലർ വഴി നോട്ടീസായിട്ട് കൊടുത്താൽ പോലെ ആൾക്കാർ വരുമല്ലോ, വൈദ്യുതി ചാർജായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആകുമ്പോഴേക്കും. ഇങ്ങനെ ഒരു ഹിയറിംഗ് നടക്കുന്ന കാര്യം എന്തുകൊണ്ട് ഫ്രണ്ട് പേജിൽ ഫുള്ള് കൊടുക്കേണ്ട? ഒരു ഹാഫ് പേജെങ്കിലും, ഒരു ക്വാർട്ടർ പേജെങ്കിലും ആൾക്കാർ ശ്രദ്ധിക്കുന്ന രീതിയിൽ ആളുകൾ എത്തിപ്പെടരുത്, ഈ വിഷയം അറിയരുത്. എന്നിട്ട് KSEBയും റെഗുലേറ്ററി കമ്മീഷൻ തമ്മിലൊരു കണ്ണൂത്തി കളിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. നിലവിൽ ഇവിടെ ചെലവാക്കിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ശമ്പളം കൊടുക്കുന്നുണ്ട്, പെൻഷൻ ശമ്പളം കൊടുക്കുന്നുണ്ട്, പലിശ കൊടുക്കുന്നുണ്ട്, മറ്റ് ഡിപ്രിസിയേഷൻ കുറയ്ക്കുന്നുണ്ട്, എല്ലാം ചെലവ് കൃത്യമാണ്. ഇനി വരാനുള്ള വരുമാനമാണ്. ഈ വരുമാനം KSEB ഇങ്ങനെ കുറച്ച് കാണിക്കുന്നത് ഈ പെറ്റീഷനിൽ പറയുന്ന പോലെ ചാർജ് വർദ്ധനവിന് വേണ്ടിയിട്ടാണ്. ഒരു കാരണവശാലും ചാർജ് വർദ്ധന അറിയിക്കപ്പെടുന്ന രീതിയിലുള്ള പെറ്റീഷൻ അല്ല. ഇതാണ് സത്യം. ഈ വരവ് കുറച്ച് കാണിക്കുക, എത്രമാത്രം സെയിൽസ് ഉണ്ട് അത് കുറച്ച് കാണിക്കുക, അത് കുറച്ച് കാണിച്ചിട്ട് റെഗുലേറ്ററി കമ്മീഷൻ്റെ കണ്ണിൽ പൊടിയിടുക, റെഗുലേറ്ററി കമ്മീഷനെ കൊണ്ട് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുക, ജനങ്ങളോട് എന്നിട്ട് പറയുക ഞങ്ങളല്ല റെഗുലേറ്ററി കമ്മീഷനാണ് ചാർജ് വർദ്ധിപ്പിച്ചതെന്ന് പറഞ്ഞിട്ട് കൈമലർത്തുക. കൊള്ളയടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ KSEB കേസും കൊണ്ടേ കൊടുക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മീഷൻ അങ്ങനെ മുമ്പ് എനിക്ക് പറയുന്നത് 111 പേരെടുക്കുന്ന പെറ്റീഷനാണത്. ഭരണഭാഷ മലയാളമാക്കി നാട്ടിൽ ഇങ്ങനെ ഇംഗ്ലീഷ് ഈ സാധനം ഇറക്കി വിട്ടാല് ഇംഗ്ലീഷ് പോലും വായിക്കാൻ അറിയാതെ എന്നെപ്പോലുള്ളവർക്ക് ഇത് എങ്ങനെ മനസ്സിലാക്കി എടുക്കണം സാർ? നിർബന്ധമായിട്ടും സത്യമാണ് കേട്ടോ. കാരണം ഇതെല്ലാം വായിച്ചു. ഒന്നാമത്തെ കാര്യം, ഇത് മനസ്സിലാക്കിയെടുക്കണമെങ്കിലുണ്ടല്ലോ വളരെ കോംപ്ലിക്കേറ്റഡായ വളരെ ടെക്നിക്കലായ ലാംഗ്വേജാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണക്കാരൻ വായിച്ചാൽ മനസ്സിലാവത്തേയില്ല. വളരെ ടെക്നിക്കലായ ലാംഗ്വേജ്, അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാവുന്നവർ പോലും വായിച്ചാൽ മനസ്സിലാകാത്ത സാങ്കേതികപരമായ വാക്കുകളിലാണ് ഈ പെറ്റീഷൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും അതെന്തിനാണ് നിങ്ങൾ ഈ പെറ്റീഷൻ വായിക്കുന്നത്? റെഗുലേറ്ററി കമ്മീഷൻ മനസ്സിലായാൽ പോരെ എന്ന്. നമ്മൾ ഈ പെറ്റീഷൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഈ പറയുന്ന പബ്ലിക് ഹിയറിങ്ങിന് പോകുമ്പോൾ നമ്മളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഈ പെറ്റീഷനിൽ പറയുന്ന പൊരുത്തക്കേടുകൾ റെഗുലേറ്ററി കമ്മീഷനോട് കൂടി ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ. റെഗുലേറ്ററി കമ്മീഷൻ കണ്ടുപിടിക്കുമായിരിക്കാം. ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഹിയറിംഗ് വരുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഇത് ലഭ്യമാക്കണ്ടേ? പക്ഷെ അങ്ങനെ ലഭ്യമാക്കി കഴിഞ്ഞാൽ ജനങ്ങൾ ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യൽ ഒഴിവാക്കാനായിട്ടാണ് ഒരു രഹസ്യ അഫെയർ പോലെ വെറും 200-ൽ താഴെ വരുന്ന ആളുകളിലേക്ക് ഒതുക്കിക്കൊണ്ട് ഈ പബ്ലിക് ഹിയറിംഗ് ഇതുവരെ നടന്നിരുന്നത്. പക്ഷെ ഈ വർഷം എല്ലായിടത്തും ആളുകൾ എത്തിച്ചേരുന്നുണ്ട്, ഇതിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. രസകരമായ ഒരു കാര്യം എന്താണെന്നറിയാമോ? ഇതിൽ സമ്മർ താരിഫ് എന്ന് പറഞ്ഞൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് സമ്മർ ഏതാണ്? മാർച്ച്, ഏപ്രിൽ, മെയ്. ഇതാണ് വേനൽക്കാലം എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളത് കേരളത്തിൽ. പക്ഷെ KSEBക്ക് നേരെ തിരിച്ചാ. അവർക്ക് ജനുവരിയിൽ തുടങ്ങുന്നത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 5 മാസമാണ് സമ്മറായിട്ട് കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് ഈ സമ്മർ താരിഫ് വ്യത്യാസം വരുത്തുന്നത്? ഈ വർഷം സമർപ്പിച്ചിരിക്കുന്ന താരിഫ്, അതായത് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന പെറ്റീഷൻ, അതിൽ കൊടുത്തിരിക്കുന്ന കാര്യം അനുസരിച്ചിട്ട് 30 പൈസയുടെ വർധനവിന് വേണ്ടിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 30 പൈസ കൂടാതെ 10 പൈസ അഡീഷണലായിട്ട് നമ്മൾ കൊടുക്കണം. അത് ജനുവരി മുതൽ മെയ് വരെയുള്ള കാലഘട്ടത്തിൽ കൊടുക്കണം. പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ 12 മാസം ഉണ്ടല്ലോ, അതിൽ 5 മാസം നമ്മൾ സമ്മർ താരിഫ് കൊടുക്കണം. 5 മാസം 40 പൈസ, ബാക്കിയുള്ള 7 മാസം 30 പൈസ. ഏകദേശം പകുതിയോളം വർഷത്തിൽ നമ്മൾ അധിക ചാർജ് കൊടുക്കണം. സത്യത്തിൽ 1/4 ഒരു വർഷത്തിൻ്റെ 1/4 ഭാഗം മാത്രമാണ് സമ്മർ താരിഫ് ജനങ്ങളിൽ നിന്ന് വാങ്ങാനായിട്ട് സാധ്യതയുള്ളത്. പക്ഷെ അതിനു പകരം പകുതിയോളം വർഷം നമ്മൾ സമ്മർ താരിഫ് കൊടുക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഈ 200 പേരിലേക്കൊക്കെ ഒതുക്കുന്ന രീതിയിൽ പബ്ലിക് ഹിയറിംഗ് വിളിച്ചു കൂട്ടുന്നത്. പക്ഷേ ഈ വർഷം അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് ജനങ്ങൾ എത്തിച്ചേർന്നു. നേരത്തെ പറഞ്ഞ വിനോദ് എന്ന് പറഞ്ഞ വക്കീലിൻ്റെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മൂലം ഒരുപാട് പേർ പബ്ലിക് ഹിയറിംഗ് എത്തിച്ചേർന്നു. അവരുടെ കൺസേൺസ് പറഞ്ഞ് ഇതുപോലെ കണക്കുകൾ അവതരിപ്പിച്ച് പൊളിച്ചടുക്കി. ഇതിനൊക്കെ ഒരു പോസിറ്റീവായ ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണ് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ തോന്നുന്നത്? അത് അഭിപ്രായമായി രേഖപ്പെടുത്തുക.
മറ്റൊരു പ്രതികരണവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.